മനസ്സിനെ ചൈതന്യത്തിലേക്ക് എത്തിക്കാൻ അനവധി മാർഗങ്ങളുണ്ട്. ഒരു മാർഗം മാത്രമല്ല, പല വിധത്തിലുള്ള മാർഗങ്ങളുണ്ട്. അതുകൊണ്ട് ഭാരതത്തിൽ മാർഗങ്ങൾ അനവധിയും ലക്ഷ്യമൊന്നുമായി. കർമ്മത്തിന്റെ മാർഗത്തിലൂടെ എത്തിക്കാം, ജ്ഞാനത്തിന്റെ മാർഗത്തിലൂടെ എത്തിക്കാം, ഭക്തിയിലൂടെ മാർഗത്തിലൂടെ എത്തിക്കാം, പ്രാണായാമത്തിന്റെ മാർഗത്തിലൂടെ എത്തിക്കാം, അഷ്ടാംഗയോഗത്തിന്റെ മാർഗത്തിലൂടെ എത്തിക്കാം. ഇങ്ങനെ പല മാർഗങ്ങളിലൂടെ എവിടെ എത്തിച്ചേരാം? അപ്പൊ ഋഷികൾ, നമ്മുടെ പൂർവികന്മാര് പറഞ്ഞു, മാർഗം അനവധിയാണ്, ലക്ഷ്യം ഒന്നാണ്. അതുകൊണ്ട് ഭാരതത്തില് ഒരു ഓപ്പൺനെസ് വന്നു. ഓപ്പൺനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ആക്സെപ്റ്റ് എവ്രിതിങ്. നമുക്കറിയാം ഏത് മാർഗമായാലും കുഴപ്പമില്ല. നിങ്ങൾ മാർഗത്തെക്കുറിച്ച് തർക്കിക്കരുത്. പ്രാധാന്യം ഏതിനാണ്? ലക്ഷ്യത്തിനാണ്. ഭാരതത്തിന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം അതായിരുന്നു. ഇതൊരു വ്യക്തിയിലൂന്നിയ സംസ്കാരമല്ല, പല മഹാത്മാക്കളിലൂന്നിയ സംസ്കാരമായതുകൊണ്ട്, പല മഹാത്മാക്കൾ പല രീതിയിലുള്ള സമ്പ്രദായങ്ങൾ ഫോളോ ചെയ്തതുകൊണ്ട് അവരൊന്നും അന്ധമായി ഒരാളുടെ ചിന്തകളെ ഫോളോ ചെയ്തില്ല. അതുകൊണ്ട് അനവധി മാർഗങ്ങൾ വന്നു. അനവധി മാർഗങ്ങൾ വന്നതുകൊണ്ട് വേദത്തിന് അനവധി ശാഖകൾ വന്നു. അങ്ങനെയാണ് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഇങ്ങനെയുള്ള ശാഖകളൊക്കെ വന്നത്. അതുകൊണ്ട് ഈ ഏതൊക്കെ വേദങ്ങളാവട്ടെ, ഇതിലൊക്കെ പറയാനുള്ള കാര്യം ഒന്ന് തന്നെ, പക്ഷെ പറയുന്ന രീതി വ്യത്യസ്തമാണെന്ന് മാത്രം. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഭാരതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്. ഏത് മാർഗത്തിലൂടെ പോയാലും ലക്ഷ്യത്തിലെത്തിച്ചേർന്നാൽ മതി. രാമകൃഷ്ണ പരമഹംസർ പറയും, ഹിന്ദു മതം എന്ന് പറയുന്നത് 4 ഭാഗം കെട്ടിയ ഒരു കുളമാണ്. 4 ഭാഗം കെട്ടി പടവ് കെട്ടിയ ഒരു കുളമാണ് എന്ന് പറഞ്ഞാൽ ഏത് പടവിലൂടെ വന്നാലും ലക്ഷ്യത്തിൽ. അതുകൊണ്ട് നമ്മൾ ഒരാളുടെ മാർഗത്തെയും എതിർക്കേണ്ടതില്ല. മനസ്സിലായോ? അങ്ങനെ നമ്മുടെ ഭാരതീയ സംസ്കാരം വീണ്ടും ധന്യമായി. അങ്ങനെ ക്രമേണ ക്രമേണ അത് ഉരുത്തിരിഞ്ഞപ്പോ മനുഷ്യന്റെ മനസ്സ് ക്രമേണ എന്തു പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഉന്നതമായ ലക്ഷ്യത്തെ വിട്ടുപോയത് കൊണ്ടാണോ അറിയില്ല, അല്ലെങ്കിൽ വേണ്ടത്ര ഗൈഡ് ചെയ്യാനുള്ള ആളുകളില്ലാത്തത് കൊണ്ടാണോ അറിയില്ല, അവിടുന്ന് പതുക്കെ തെന്നി മാറി ലൗകിക ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തതുകൊണ്ട് ക്രമേണ എന്ത് പറ്റി? പരമമായ ധർമ്മം, അതിൻ്റെ ശക്തി കുറഞ്ഞു വന്നു. ഏത് ധർമ്മം കൂടി? ലൗകിക ധർമ്മം കൂടി വന്നു. അങ്ങനെ ഒരു ച്യുതി ഭാരതത്തിന് പറ്റി. ഏതായാലും അതിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം കാണാം. ഭാരതീയ സംസ്കാരം വികസിച്ചു വന്നത് ഗുരുവിൽ നിന്ന് ശിഷ്യരിലേക്കും, പിന്നീട് ആ ശിഷ്യൻ ഗുരുവായി തീർന്ന് അടുത്ത ശിഷ്യനിലേക്കും, പിന്നീട് ആ ശിഷ്യൻ ഗുരുവായി തീർന്ന് അടുത്ത ശിഷ്യനിലേക്കും, അങ്ങനെയാണ് അല്ലേ? അപ്പൊ എവിടെയോ ഒരു കണ്ണികൾ മാറിയത് കൊണ്ടായിരിക്കാം പരമമായ ധർമ്മം വിട്ടിട്ട് മനുഷ്യൻ ഏത് ധർമ്മത്തിലേക്ക് പോയത്? ലൗകിക ധർമ്മത്തിന് പ്രാധാന്യം കൊടുത്തത്. എങ്കിലും ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് ഗുരു ശിഷ്യ സംസ്കാരത്തിന്റെ ഒരു പരമ്പരയാണ് ഭാരതീയ സംസ്കാരം. നമുക്ക് ഈശ്വര സംസ്കാരമല്ല നമുക്കുള്ളത് ഗുരു ശിഷ്യ സംസ്കാരം. നമ്മൾ ഭാഗവതത്തിലേക്ക് നോക്കൂ. ഭാഗവതാണല്ലോ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അത് ഭഗവാനിൽ നിന്നും ബ്രഹ്മാവിന് കിട്ടി, ബ്രഹ്മാവിൽ നിന്ന് നാരദർക്ക് കിട്ടി, നാരദർ അതിനെ വ്യാസഭഗവാന് പറഞ്ഞു കൊടുത്തു, വ്യാസഭഗവാൻ ശുഗന് പറഞ്ഞു കൊടുത്തു, ശുഗൻ പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കേട്ടു സൂതൻ അതിനെ ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കണു. പിന്നീട് ആ പരമ്പര. അപ്പൊ നമ്മുടെയൊക്കെ ഒരു കർത്തവ്യം എന്താണ്? ആദ്യം ആരാവണം? ആദ്യം ഗുരുവാവേ. ഏമായി ആദ്യം തന്നെ മേലോട്ടാ കയറിയത്. ഒരു പയ്യൻ M.Com ഒക്കെ കഴിഞ്ഞ് ജോലിക്ക് അപ്ലൈ ചെയ്തു. ഇന്റർവ്യൂവിന് വിളിച്ചു, ജോലി കിട്ടി. പറഞ്ഞു ആദ്യം തനിക്കൊരു 5000 രൂപ തരാം, പിന്നീട് 3 മാസം കഴിഞ്ഞിട്ട് 8000 രൂപ തരാം. 3 മാസം നിന്റെ ജോലിയൊക്കെ നോക്കിയിട്ട് 3 മാസം കഴിഞ്ഞ് 8000 രൂപ തരാം. എന്നാ ജോയിൻ ചെയ്തോളൂ. എന്നുവെച്ചാൽ ജോയിൻ ചെയ്തോളൂ. ഉടനെ അവൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, 3 മാസം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാം. ഇതുപോലെ
3 മാസം എന്ന് പറയുന്നത് അതിന് മുമ്പ് ജോയിൻ ചെയ്തിട്ട് അവന്റെ പെർഫോമൻസ് നോക്കിയിട്ടാണ് 8,000 കൊടുക്കാൻ പറഞ്ഞത്. അവൻ ആദ്യം അങ്ങോട്ടാണ് കണ്ണു വെച്ചിരിക്കുന്നത്. മോശമാവരുതല്ല. ഇതുപോലൊരു ചെറുപ്പക്കാരൻ എന്തോ വിരക്തി വന്നു, പരീക്ഷയിൽ നിന്ന് മാർക്ക് പറഞ്ഞുകൊണ്ടായിരിക്കാം വിരക്തി വന്നത്. നേരെ ഒരു ആശ്രമത്തിലേക്ക് കയറിച്ചു. സ്വാമിജിയെ കണ്ട് നമസ്കരിച്ചു. സ്വാമിജി ചോദിച്ചു, എന്താ? അല്ല, ഞാൻ ആശ്രമത്തിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. വളരെ നന്നായി. അപ്പൊ ഇവിടുത്തെ എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്യാം, എന്താ എനിക്ക് അറിയുന്നത്? അല്ല, അക്കൗണ്ടൻസി വർക്കൊക്കെ അറിയോ? അതൊന്നും പഠിച്ചില്ല. അപ്പൊ അത് ചെയ്യാൻ പറ്റില്ല. എന്നൊരു കാര്യം ചെയ്യും, വല്ല ക്ലറിക്കൽ വർക്കൊക്കെ ഒട്ടും അറിയില്ല, എനിക്കൊട്ട് താല്പര്യമില്ല. എന്നാ ഒരു കാര്യം ചെയ്യും, അടുക്കളയിലൊക്കെ വല്ലതും സഹായിച്ചു കൊടുത്തൂടെ? അയ്യോ, അതും അറിയില്ല. എന്നാ പിന്നെ ഇവിടെ വേറെ വല്ലതും ഹെൽപ്പ് ചെയ്യാനൊക്കെ, അവിടെ സഹായത്തിനൊക്കെ ഒരു ആളായിട്ട്, അതൊന്നും വയ്യ. പിന്നെ ഇപ്പൊ തനിക്ക് എന്താ പറ്റുക? ഞാൻ ഇവിടുത്തെ ഗുരു ആയിക്കോളാം എന്ന്. ആദ്യം കയറുന്ന അങ്ങട്ടാ. അപ്പൊ ആദ്യം നമ്മൾ ആരാവണം? ശിഷ്യനാവണം. അപ്പോ ഗുരു ശിഷ്യ പരമ്പരയിലൂടെയാണ് ഭാരതീയ സംസ്കാരം ഉരുത്തിരിഞ്ഞത്. അപ്പൊ നമ്മുടെയൊക്കെ ജോലി ആദ്യം നമ്മൾ ശിഷ്യരായി, പിന്നീട് നമ്മൾ ഗുരുക്കന്മാരായി ഈ പരമസത്യത്തെ മനസ്സിലാക്കി മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം. ഏത് സത്യത്തെ? ശരീരത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതില്ല. നമ്മുടെ പൂർവികന്മാർ അത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല. കാരണം പഠിച്ചാലും പഠിച്ചിട്ടില്ലെങ്കിലും ശരീരം പ്രകൃതിയിൽ നിന്ന് വന്നതാണ്. അത് തിരിച്ച് പഠിക്കേണ്ടത് മുഴുവൻ ആരെയാണ്? അപ്പൊ ചോദിക്കുകയാണ്, ഇനി പറയുന്നത് ശ്രദ്ധിക്കണേ, മനസ്സ് ചൈതന്യത്തിലേക്ക് എത്തണമെങ്കിൽ എങ്ങനെയുള്ള മനസ്സാണ് ചൈതന്യത്തിലേക്ക് എത്തുക? എല്ലാ മനസ്സുകളും ചൈതന്യത്തിലേക്ക് എത്തുമോ? ഇല്ല. ഇപ്പൊ എങ്ങനെയുള്ള മനസ്സാണ് ചൈതന്യത്തിലേക്ക് എത്തുക? അപ്പൊ നമുക്കറിയില്ല. അപ്പൊ ഋഷീശ്വരന്മാര് പറയുന്നു, നിങ്ങൾക്ക് ഗീത പരിചയമുണ്ടെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ പറയുന്നുണ്ട്, അർജുന 12ാമത്തെ അധ്യായത്തില് 2 തരം ഭക്തന്മാരുണ്ട്. ഗീതയിലെ 12ാം അധ്യായം ഭക്തിയോഗത്തില് എത്ര തരം? 2 തരം. ഒന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് എന്റെ രൂപത്തെ കണ്ട് തൊഴുത് ആരാധിച്ചു പോകുന്നവരാണ്. രൂപത്തെ കണ്ട് തൊഴുതു പോകുന്നവരാണ്. 2ാമത്തെ കൂട്ടര് അവര് കൂടസ്ഥം അചലം ധ്രുവം, കൂടസ്ഥനായിരിക്കുന്ന അചലമായിരിക്കുന്ന ദൃഢമായിരിക്കുന്ന എന്നിൽ മനസ്സുറപ്പിക്കുന്നില്ല. അപ്പൊ ഭഗവാനെ, അങ്ങക്കിതിൽ കൂടുതൽ പ്രിയം ആരെയാണ്? അർജുനന്റെ ചോദ്യം. അപ്പൊ ഭഗവാൻ പറഞ്ഞു, രൂപത്തോടുകൂടി എന്നെ ആരാധിക്കുന്നവനെയാണ് എനിക്കിഷ്ടം. അപ്പൊ ഭഗവാനെ, അങ്ങക്ക് അങ്ങയുടെ അവ്യക്തമായ തത്വത്തെ ഉപാസിക്കുന്നവനെ ഇഷ്ടമല്ലേ? അർജുന, എന്റെ അവ്യക്തമായ തത്വത്തെ ഉപാസിക്കുന്നവൻ, അവന്റെ മനസ്സ് സമബുദ്ധിയുള്ളതായി തീർന്നാൽ, അവന്റെ മനസ്സ് എങ്ങനെയുള്ളത്? സമബുദ്ധിയുള്ളതായി തീർന്നാൽ, തേ പ്രാപ്നുവന്തി മാം ഏവ, അവൻ എന്നെ പ്രാപിക്കും. പിന്നെ ഞാൻ ഇഷ്ടം പറയേണ്ട ആവശ്യമില്ലല്ലോ, ഞാനും അവനും ഒന്നായിത്തീർന്നു. ആ ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ എങ്ങനെയുള്ള മനസ്സിനെ സാധിക്കുകയുള്ളൂ? ഭഗവാൻ പറയുന്നു, സംനിയമ്യേന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയാം തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേനതാം. ഗീതയിലെ 12ാം അധ്യായത്തിലെ 4ാമത്തെ ശ്ലോകം. സംയമേന്ദ്രിയഗ്രാമം. ആരാണോ ഇന്ദ്രിയഗ്രാമത്തിൽ നിന്നും മനസ്സിന്റെ ശ്രദ്ധ മാറ്റിയെടുത്ത് സർവത്ര സമബുദ്ധയ, ഏത് അനുഭവത്തിലും സുഖമാവട്ടെ ദുഃഖമാവട്ടെ ജയമാവട്ടെ പരാജയമാവട്ടെ ലാഭമാവട്ടെ നഷ്ടമാവട്ടെ, whatever experience comes, if they can equalize, if they can balance, ആ മനസ്സിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളെങ്കിൽ, സമബുദ്ധി നിലനിർത്തുന്ന സാധിക്കുന്ന മനസ്സാണെങ്കിൽ, തേ പ്രാപ്നുവന്തി മാം ഏവ. ആർക്കേ ഭഗവാനെ പ്രാപിക്കാൻ പറ്റുള്ളൂ? ആർക്കേ പറ്റുള്ളൂ? സമബുദ്ധി. സമബുദ്ധി ഇല്ലാത്തവർക്ക് ആരെ പ്രാപിക്കാൻ പറ്റില്ല?
ഈ സമബുദ്ധി പ്രാപിക്കുന്നവനെയാണ് നമ്മുടെ ഋഷീശ്വരന്മാര് ജീവൻ മുക്തി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഭാരതത്തില് 2 തരം മുക്തികളുണ്ട്. ഒന്നാമത്തതിനെ പറയും ജീവൻ മുക്തി എന്ന് പറയും, രണ്ടാമത്തതിനെ പറയും ബ്രഹ്മനിർവാണം. എന്താ പറയാ? ബ്രഹ്മനിർവാണം എന്ന് പറഞ്ഞാൽ, നിർവാണം എന്ന് പറഞ്ഞാൽ നിർവിശേഷേണ ലയിക്കുന്നതിനെയാണ് നിർവാണം. നിർവിശേഷേണ ലയിക്കണം, നിർവാണം. ഗീതയിൽ വീണ്ടും ഈ ശ്ലോകം ഭഗവാൻ നിർവാണം എന്നുള്ള, ബ്രഹ്മനിർവാണം എന്നുള്ള പദം പ്രയോഗം ഭഗവാൻ 2-ാം അധ്യായത്തിൽ അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഏഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാസ്യാമന്ദകാലേബി ബ്രഹ്മനിർവാണമൃച്ഛതി. സ്ഥിത്വ, ആരുടെ മനസ്സാണോ ജീവൻ മുക്താവസ്ഥയിൽ നിൽക്കുന്നത്, ജീവൻ മുക്തൻ എന്ന് പറഞ്ഞാൽ സമബുദ്ധിയിൽ ആരുടെ മനസ്സ് ബാലൻസ് ചെയ്യുന്നുണ്ടോ അവന് ഏത് കൈവരിക്കാൻ യോഗ്യതയുണ്ട്? ബ്രഹ്മനിർവാണം. വീണ്ടും നമ്മൾ ഗീതയിലേക്ക് കടക്കാം. ഗീതയിൽ അനവധി ശ്ലോകങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭഗവാൻ ഗീതയിൽ 2-ാം അധ്യായത്തിൽ പറയും, യം ഹി നവ്യതയന്തേതേ പുരുഷം പുരുഷർഷഭാം സമദുഃഖസുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. സോ, അവൻ അമൃതത്വായ കൽപ്പതേ, അമൃതത്വത്തിന് അർഹനാണ്. അമൃതത്വം എന്ന് പറഞ്ഞാൽ, മൃതം എന്ന് പറഞ്ഞാൽ മരണം, അമൃതം എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത തത്വത്തിലേക്ക്, സനാതനമായ തത്വത്തിലേക്ക്, മരണമുള്ള മൃതമുള്ള ശരീരത്തിൽ നിന്നും മരണമില്ലാത്ത സനാതനമായ തത്വത്തിലേക്ക്, ആ ചൈതന്യത്തിലേക്ക് ലയിക്കാൻ, ചേരാൻ അവൻ അർഹനാണ്. ആരർഹനാണ്? സമ ദുഃഖ സുഖം ധീരം, സുഖത്തെയും ദുഃഖത്തെയും സമമാക്കി വെക്കാൻ സാധിക്കുന്നവൻ. അപ്പൊ നമുക്ക് ആദ്യം കൈവരിക്കേണ്ടത് എന്താണ്? സമബുദ്ധിയാകുന്ന ജീവൻ മുക്താവസ്ഥ കൈവരിക്കണം. അവർക്ക് എങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ? ബ്രഹ്മനിർവാണത്തിലേക്ക്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഭാഗവതം എന്ന് പറയുന്നത് ഗീതയിൽ നിന്നും വ്യത്യസ്തമല്ല, എല്ലാം ഒന്ന് തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കഥ പറയാനല്ല, വേദതത്വം പറയാനാണ്. വേദതത്വം എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണോ മനസ്സ് വന്നിരിക്കുന്നത് അതിലേക്ക് നമ്മുടെ മനസ്സ് തിരിച്ചെത്തണം. ആ തിരിച്ചെത്തിയാലേ നമ്മുടെ യാത്ര പൂർണ്ണമാവുള്ളൂ. ശരീരത്തിന്റെ യാത്ര പൂർണ്ണമാവുന്നത് മണ്ണിലേക്ക് ചേരുമ്പോഴാണെങ്കിൽ, മനസ്സിന്റെ യാത്ര പൂർണ്ണമാവുന്നത് ചൈതന്യത്തിലേക്ക് ചേരുമ്പോഴാണ്. ഇനി ഭാഗവതത്തിൽ ഭിക്ഷുഗീത എന്ന് പറയുന്ന സ്ഥലത്ത് പറയും, എന്തിനാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത്, എന്തിനാണ് നമ്മൾ പലതും ചെയ്യുന്നത്? നാരായണീയം വായിക്കുന്നു, ഭാഗവതം വായിക്കുന്നു, ഇപ്പൊ നിങ്ങൾ സപ്താഹം കേൾക്കാൻ വരുന്നത്. ഇതൊക്കെ കേൾക്കുന്നത് കൊണ്ട് എന്താ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുക? അല്ലെങ്കിൽ എന്ത് പ്രയോജനമാണ് നിങ്ങൾ നേടേണ്ടത്? പറയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉദ്ധവരോട് പറയാണ്, ദാനം സ്വധർമ്മോ നിയമോയമസ്താം ശ്രുതം ച കർമാണി ച സൽവ്രതാനി സർവേ മനോനിഗ്രഹലക്ഷണാന്താം പരോഹി യോഗോ മനസസമാധി. ദാനം സ്വധർമ്മോ നിയമോയമസ്താം. നിങ്ങൾ ദാനം ചെയ്യുന്നത്, നിങ്ങൾ പല നിയമങ്ങൾ അനുഷ്ഠിക്കുന്നത്, നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങൾ പാരായണം ചെയ്യുന്നത്, സർവേ ഈ കാര്യങ്ങളൊക്കെ മനോനിഗ്രഹ ലക്ഷണാന്ത, മനസ്സിനെ നിഗ്രഹിക്കാനാണ്. എങ്ങനെയുള്ള മനസ്സിനെ? സമബുദ്ധി ഇല്ലാത്ത മനസ്സ്. എന്നിട്ടോ പരോഹി യോഗോ, പരമമായതിനോട് ചേർക്കാൻ